കോൺഗ്രസ് ആണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഏതെങ്കിലും സുഹൃത്തുക്കളെ നഷ്ടപ്പെടുകയോ അകലുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു വലിയ ഭൂരിപക്ഷം ആളുകളും ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷ ചിന്തയുള്ളവരും തന്നെയാണ്. അതിനകത്താണ് ഞാൻ നിൽക്കുന്നത്. സാർ അഭിനയത്തിനോടൊപ്പം എങ്ങനെയാണ് വായന കൊണ്ടുപോകുന്നത്? ഇത്രയധികം വിഷ്വലുകളും കളറിനോടും നമ്മുടെ തലച്ചോറ് പൊരുത്തപ്പെട്ടിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് ചെയ്ത അക്ഷരങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം പോവുക എന്ന് പറയുന്നത് ഇപ്പം അത്ര എളുപ്പമല്ല. ചെമ്മീൻ നോവൽ വായിച്ചവരുടെ എല്ലാം മനസ്സിൽ അവനവൻ ഇഷ്ടമുള്ള കറുത്തമ്മയും സിനിമ കണ്ടവർക്കെല്ലാം അത് ഷീലാമ്മയുമായി പോയി. എന്റെ ചോദ്യം രമേശ് പിഷാരടിയാണ്. എന്റെ പേര് ജോജി, ഒരു ജേർണലിസ്റ്റ് ആണ്. നമസ്കാരം ജോജി ഭായി. ചോദ്യം ഇതാണ്, അതായത് ഈ രാഷ്ട്രീയം കോൺഗ്രസ് ആണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഏതെങ്കിലും സുഹൃത്തുക്കളെ നഷ്ടപ്പെടുകയോ അകലുകയോ ചെയ്തിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, രമേശ് പിഷാരടി രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനാർത്ഥിയാവാൻ എന്തെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ഞാനിപ്പോ പൂർണ്ണമായും കലയിലാണ് ശ്രദ്ധിച്ച് നിൽക്കുന്നത്, കലാകാരനായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഈ മിണ്ടുന്ന പോയിന്റ് വരെ ഇപ്പോഴില്ല. പിന്നെ ഈ സുഹൃത്തുക്കൾ അകന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ സുഹൃത്തുക്കളായിരുന്നവർ അകന്നിട്ടില്ല. ഞാൻ കോളേജ് പഠിക്കുമ്പം എൻ്റെ കൂട്ടുകാരെല്ലാം SFIക്കാരാണ്. SFI നടത്തുന്ന യൂണിയൻ ആഘോഷത്തിന് നടൻ പ്രേംകുമാറിനെ കൊണ്ടുവരാൻ ഞാൻ പോയി വിളിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾക്ക് ഇതിനെ കൃത്യമായി ആശയത്തിനെയും വ്യക്തിയും മാറ്റി നിർത്താനും തിരിച്ചറിയാനും സംസാരിക്കാനും സംവേദിക്കാനും പറ്റും. അത് സുഖമായിട്ട് പറ്റും. പക്ഷെ എന്നെ പരിചയമില്ലാത്ത ആളുകൾക്ക് ചീത്ത വിളിക്കാൻ, അത് ചില കലാപരിപാടികൾ കണ്ടാൽ ചിരിക്കാതാവാനും, അല്ലെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം ഇവൻ വിചാരിക്കുന്ന പോലെ ഈ ബയസ്ഡ് ആയതുകൊണ്ട് പറയുന്നതാണ് എന്നും പറയുന്ന ഒരാൾക്കാരുണ്ട്. അല്ലാതെ എനിക്ക് ഒരു സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഈ ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിൽ കലയിലൊക്കെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വലിയ ഭൂരിപക്ഷം ആളുകളും ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷ ചിന്തയുള്ളവരും തന്നെയാണ്. അതിനകത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വലിയ തോതിൽ ഒറ്റപ്പെട്ടു പോയേനെ. അങ്ങനെ ആരും തന്നെ ഈ എന്താ നമ്മൾ പറയുന്നത്, ഈ ഡിജിറ്റൽ സ്പേസിലുള്ള ഭീകരമായ ചില അക്രമങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരു സൗഹൃദവും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരാളും കൂടെ കൈയൊക്കെ ഒരു പെൺകുട്ടി ചോദിച്ചോളൂ, മൈക്ക് കൊടുക്കൂ. നമ്മൾ ഈ നിയമസഭയിലായതുകൊണ്ടും ഈ പുസ്തകോത്സവം എന്നും പറഞ്ഞുകൊണ്ടും വേണമെങ്കിൽ അനാവശ്യമായിട്ട് ഗൗരവം വന്നിട്ടുണ്ടെങ്കിൽ വിടാട്ടോ, നിങ്ങൾക്ക് എന്തും ചോദിക്കാട്ടോ. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് അല്ലേ അങ്ങനെ പോണെന്നുള്ള നിർബന്ധങ്ങൾ ഞങ്ങൾക്കില്ല. പിഷാരടി ഒരു ഹാസ്യ കലാകാരൻ കൂടെ ആയതുകൊണ്ട് ചോദിക്കാം. ഷറഫല്ലേ, പറയട്ടെ. 2 കൗണ്ടറൊക്കെ പ്രതീക്ഷിക്കാം. ഒരു കൗണ്ടർ പറഞ്ഞിട്ട് പോയാൽ മതി, മിക്കവാറും പടത്ത് കേൾക്കാട്ടോ. എവിടെ പോയാലും താൻ 2 കോമഡി പറഞ്ഞിട്ട് പോയാൽ മതി. എന്റെ ക്വസ്റ്റ്യൻ രമേശ് സാറിനോടാണ്. എന്റെ പേര് BA കൃഷ്ണപ്രിയ, ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ രമേശ് പിഷാരടി BA പഠിച്ചതാണ്. ഞാൻ സാറിന്റെ വലിയ ഫാനാണ്. ഞാൻ അതോടൊപ്പം സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, സാർ അഭിനയത്തിനോടൊപ്പം എങ്ങനെയാണ് വായന കൊണ്ടുപോകുന്നത്? അതോടൊപ്പം ഈ തലമുറയ്ക്ക് വായന കൊണ്ടുള്ള ഉപയോഗം സാർ കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? ഈ അഭിനയത്തോടൊപ്പം കൊണ്ടുപോകുക എന്ന് പറയുന്നതിനകത്തൊന്നും ഒരു വിഷയമില്ല. അതായത് ഏറ്റവും തുല്യമായി വീതിക്കപ്പെട്ടുള്ള സമയമാണ്. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. അത് മുഖ്യമന്ത്രിക്കും അതെ, പ്രസിഡന്റിനും അതെ, എനിക്കും അതെ, ട്രംപിനും അതെ. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറേ ഉള്ളൂ. ഇത് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ജീവനും സമയവും മാത്രമാണ്. ഇത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ വായിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കാനുള്ള സമയവും സന്ദർഭങ്ങളും ഒക്കെ കിട്ടും. പക്ഷേ ഇത്രയധികം വിഷ്വലുകളും കളറിനോടും നമ്മുടെ തലച്ചോറ് പൊരുത്തപ്പെട്ടിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റ് ചെയ്ത അക്ഷരങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം പോവുക എന്ന് പറയുന്നത് ഇപ്പം അത്ര എളുപ്പമല്ല, ശീലമില്ലെങ്കിൽ എന്നുള്ളതാണ്. പിന്നെ വായിക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. വായിക്കുമ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്ക് ഒരു വലിയ പ്രസക്തിയുണ്ട്. ഒരു നല്ല വീട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി താമസിക്കുന്നു എന്നൊരു കഥ നിങ്ങൾ വായിച്ചാൽ, ഈ നല്ല വീട് 100 പേര് വായിച്ചാൽ 100 നല്ല വീടും 100 പെൺകുട്ടിയുമാണ്. നമ്മുടെ ഭാവന അതിൻ്റെ കൂട്ടത്തിൽ പോകും. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഒരു നല്ല വീട്ടിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ജീവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ മനസ്സിൽ വന്ന ഇമേജ് പലതായിരിക്കും. പക്ഷെ ഞാനിത് ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ ചെമ്മീൻ നോവൽ വായിച്ചവരുടെ എല്ലാം മനസ്സിൽ അവനവൻ ഇഷ്ടമുള്ള കറുത്തമ്മയും സിനിമ കണ്ടവർക്കെല്ലാം അത് ഷീലാമ്മയുമായി പോയി. ഇനി നിങ്ങൾക്ക് വേറൊരാളെ അവിടെ സങ്കല്പിക്കാൻ വലിയ പാടാണ്. അപ്പം നമ്മുടെ ഭാവനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് വായനയിൽ, കാഴ്ചയിൽ അത് വളരെ കുറവാണ്.